ഇന്ന് ഓഗസ്റ്റ് 9 ഇന്ന് OTT റിലീസായ സിനിമകളുടെ ഇതുൾപ്പെടെ 7 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. ആദ്യത്തേത് മലയാളത്തിൽ നിന്നുള്ള മനസ്സ വാച സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ദിലീഷ് പോത്തൻ സിനിമ ഇന്ന് മനോരമ മാക്സിൽ OTT റിലീസായിരിക്കുന്നു. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയൂ. ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നല്ലോ ജുറാസിക് വേൾഡ് റീബർത്ത് ആമസോൺ പ്രൈമിലൂടെ റെന്റ് ഓപ്ഷനിൽ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം OTT റിലീസായത്. ഇപ്പോഴത്തെ സിനിമ ഇംഗ്ലീഷ് ഭാഷയെ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ കൂടി ആമസോൺ പ്രൈമിൽ OTT റിലീസായിരിക്കുന്നു. ഓപ്ഷനിൽ തന്നെയാണ് ഇപ്പോഴും സിനിമ ലഭ്യമാക്കിയിരിക്കുന്നത്. മൂന്നാമത്തേത് കലാഭവൻ നവാസും റഹ്നയും അഭിനയിച്ച ഇഴ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇപ്പോഴത്തെ റിലീസായിരിക്കുകയാണ്. യൂട്യൂബിലൂടെയാണ് ഇന്നലെ സിനിമ റിലീസായിരിക്കുന്നത്. ഇഴ സിനിമ കാണാത്തവർ കാണൂ, അഭിപ്രായങ്ങൾ പറയൂ. മനോരഥങ്ങൾക്ക് ശേഷം C5ലൂടെ അടുത്തൊരു സീരീസ് കൂടി OTT റിലീസിനായിട്ടൊരുങ്ങുന്നു. അത് മലയാളത്തിൽ നിന്നുള്ള കമ്മട്ടം എന്ന സീരീസ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസ് ആയിട്ട് വരാനിരിക്കുന്ന സുദേവ് നായർ നായകനായിട്ട് എത്തുന്ന ഈ സീരീസ് ഓഗസ്റ്റ് 29 മുതൽ C5 ലഭ്യമാകുന്നതാണ്. മനോരമ മാക്സിലൂടെ അടുത്തതായിട്ട് OTT റിലീസിനൊരുങ്ങുന്ന സിനിമ വ്യസന സമേതം ബന്ധമിത്രാദികൾ എന്ന സിനിമയാണ്. അടുത്ത ആഴ്ചയായിരിക്കും സിനിമയുടെ OTT റിലീസ്. ഓഗസ്റ്റ് 14 മനോരമ മാക്സിലും സിംപ്ലി സൗത്തിലും സിനിമ OTT റിലീസാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ആറാമത്തേത് അടുത്ത കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമകളിൽ വൻ പരാജയമായി മാറിയ ഫീൽ ഗുഡ് സിനിമ ഫഹദ് വടിവേലു ചിത്രം മാരീസൺ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഓഗസ്റ്റ് 22 OTT റിലീസാകുന്നതാണ്. ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഉടനെ വരുന്നതാണ്. മലയാളത്തിലെ സമീപകാലത്തെ വൻ പരാജയമായി മാറിയ സിനിമയാണല്ലോ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അഥവാ JSK. ഈ സുരേഷ് ഗോപി സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞതാണ്. വരുന്ന ആഴ്ച ഓഗസ്റ്റ് 15 സിനിമ OTT റിലീസിനായിട്ടൊരുങ്ങും. C5ലൂടെ ആയിരിക്കും സിനിമ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസാകുക. അപ്പോൾ അടുത്ത സുരേഷ് ഗോപി സിനിമ OTTയിൽ കാണുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകൾക്ക് പ്രേക്ഷകർ കാത്തിരിക്കൂ.